ഹായ് നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഇന്നത്തെ കാലത്ത് സ്ത്രീകളൊക്കെ പുരുഷന്മാർക്കെതിരെ ധാരാളം ഫേക്ക് പീഡന കേസുകളും പരാതികളും ഒക്കെ ഫയൽ ചെയ്യാറുണ്ട്. ഒരു പ്രേമബന്ധമുണ്ട്, അത് പെട്ടെന്ന് ബ്രേക്കപ്പ് ആവുന്നു. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ദേഷ്യത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പേരിലൊക്കെയാണ് ഇത്തരം ഫേക്ക് റേപ്പ് കേസൊക്കെ ഫയൽ ചെയ്യുന്നത്. ഇത്തരത്തിലൊക്കെ ഒരു ഫേക്ക് റേപ്പ് കേസ് വരുമ്പം പുരുഷൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു ഇന്നസെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പുരുഷൻ ഇന്നസെൻ്റ് ആണെന്ന് കോടതി പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ കള്ള കേസ് ഫയൽ ചെയ്ത സ്ത്രീകൾക്കെതിരെ ക്രിമിനൽ ഡിഫോമേഷൻ ഒരു കേസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സിവിൽ ഡിഫോമേഷന് കേസ് ഫയൽ ചെയ്യാം. നല്ലൊരു എമൗണ്ട് കോമ്പൻസേഷനൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കേസ് സ്ത്രീകൾക്കെതിരെ ഫയൽ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പം പറഞ്ഞ ഫേക്ക് റേപ്പ് കേസിൻ്റെ കാര്യമാണ്. ഒരു ജെന്യുവനായിട്ട് ഒരു കേസാണെന്ന് വെച്ചാൽ, ശരിക്കും ഒരു പീഡനം നടന്നിട്ടുണ്ട്, പെൺകുട്ടിയെ കൊണ്ടുപോയി ചതിച്ചു, വഞ്ചിച്ചു, പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി എന്നുള്ളതൊരു ജെന്യുവൻ രീതിയിൽ ആ കേസ് ഫയൽ ചെയ്തെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 69 പ്രകാരം 10 വർഷം വരെ തടവും ഫൈനും ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ള കുറ്റകൃത്യമാണ്. എന്നാൽ ഫേക്ക് കേസ് ഫയൽ ചെയ്യുന്നവർക്ക് പണി കിട്ടും.